പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഒരിക്കൽ കൂടി ഈ വചന പരമ്പരയിലൂടെ ശുശ്രൂഷയിലൂടെ കാണാൻ എനിക്ക് ദൈവം അവസരം തരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും ഞാൻ വചനം താല്പര്യത്തോടെ പഠിക്കുന്ന അനേക ആയിരങ്ങളെ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളിൽ കണ്ടുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വചനം പഠിക്കാൻ, ശാലോം ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഈ വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ താല്പര്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അമ്മയുടെ വലിയ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ ഈ വചനം പഠിക്കാൻ നമ്മളെ സഹായിക്കാനായിട്ട് അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതിന് ശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവിടെ അവർ ഏതാനും ദിവസം താമസിച്ചു. അതായത് കാനായിലെ കല്യാണ വീട്ടിലെ ആ അടയാളം പ്രവർത്തിച്ചതിന് ശേഷം ഈശോയും അമ്മയും ഈശോയുടെ സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. കഫർനാം എന്ന് പറയുന്നത് ഏതാണ്ട് ഈശോയ്ക്ക് ഒരു 2-ാം വീട് പോലെയായിരുന്നു. പത്രോസിൻ്റെ വീടായിരുന്നിരിക്കണം ഈശോ താമസിച്ചിരുന്ന വീട്. അപ്പോൾ നസറത്തിലെ ഈശോയുടെ വീട്ടിൽ നിന്ന് ഈശോ മാറി താമസിച്ച കഫർനാം, നഫ്താലി, സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിലായിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്നൊക്കെ മത്തായി പറയുന്ന ആ കഫർനാം, അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു. അവിടെ ആ ഗലീലിയിലെ ആ ഗ്രാമത്തിലാണ് ഈശോ അധിക സമയവും കൂടുതൽ പിന്നീട് ചെലവഴിച്ചിരുന്നത്. അവിടെ ഈശോ പോയി അല്പസമയം താമസിച്ചു. അതിനുശേഷം കർത്താവ് ജെറുസലേമിലേക്ക് പോവുകയാണ്. നമ്മളിതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഗലീലി എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂദയായുടെ അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന പലസ്തീനായുടെ ആ പ്രദേശങ്ങളുടെ ഏതാണ്ട് നോർത്തേൺ സൈഡാണ്, വടക്ക് ഭാഗമാണ് ഗലീലി. സൗത്താണ്, ദക്ഷിണ ഭാഗമാണ് ജെറുസലേം. അപ്പോൾ ഗലീലി താഴ്ന്ന പ്രദേശവും ജെറുസലേം എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് പോവുകയും, അതുകൊണ്ട് അപ്പ് ടു ജെറുസലേം എന്ന പരാമർശം ബൈബിളിൽ എപ്പോഴും ഉണ്ട്. അതായത് ജെറുസലേമിലേക്ക് അപ്പ് ടു ജെറുസലേം എന്ന് പറയുക, ജെറുസലേം കുന്നുകളിലേക്ക് പോകുന്ന വിവരണം നടത്തുമ്പോഴെല്ലാം ഈ ജെറുസലേം ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഒരു യാത്ര, ഈ യാത്ര യേശു നടത്തുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒരു 3.5 വർഷം സമാന്തര സുവിശേഷങ്ങൾ അതിനെ അവതരിപ്പിക്കുന്നത് യേശു ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്ക് നടത്തിയ ഒരു യാത്രയായിട്ടാണ്. ഈ 3.5 വർഷത്തെ സംഭവങ്ങളെ അവർ അടുക്കി ക്രമീകരിച്ച് അവതരിപ്പിച്ച് തരുന്നത് മത്തായിയും മർക്കോസും ലൂക്കോസും. അതായത് ഗലീലയിൽ ആരംഭിച്ച് ജെറുസലേമിൽ പീഡ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു വീണ്ടും ഗലീലയിൽ വെച്ച് അപ്പസ്തോലന്മാരെ കാണുന്നു. ഇങ്ങനെയാണ് ആ സമാന്തര സുവിശേഷങ്ങളിൽ പരസ്യ ജീവിതത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ യോഹന്നാൻ അവതരിപ്പിക്കുന്ന രീതിക്ക് അല്പം കൂടി വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ അത് അവതരിപ്പിക്കുന്നത് ഗലീലയിൽ താമസിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ജെറുസലേമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ജെറുസലേമിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോയി വന്ന് നിൽക്കുന്ന യേശുവിനെയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ജെറുസലേമിലേക്ക് ഈശോ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി യേശു ജെറുസലേമിലെ പ്രധാനപ്പെട്ട 4 തിരുനാളുകളിൽ, 4 യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ സംബന്ധിക്കാനായി 4 തിരുനാൾ സന്ദർഭങ്ങളിൽ യേശു ജെറുസലേമിലേക്ക് പോകുന്നതായി യോഹന്നാനിൽ സൂചനയുണ്ട്. അതായത് 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഒന്നാമത്തേത്. അത് യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തേത് പെസഹ തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ഇനി 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ഏത് തിരുനാളാണ് എന്ന് യോഹന്നാൻ ഇവിടെ പറയുന്നില്ല. ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം, ഏത് തിരുനാളായിരുന്നു എന്ന്. ഇനി 7-ാം അധ്യായത്തിൻ്റെ
10-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം യേശുവും പോയി, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട്. അത് കൂടാര തിരുനാളാണ് എന്നവിടെ പരാമർശമുണ്ട്. ഇനി 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടം, അത് പെസഹ തിരുനാളാണ്. അപ്പോൾ ഇങ്ങനെ യേശു പ്രധാനപ്പെട്ട 4 തിരുനാൾ സന്ദർഭങ്ങളിൽ യേശു ജെറുസലേമിലേക്ക് പോകുന്നതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവരണമുണ്ട്. അത് ഞാൻ സന്ദർഭവശാൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. ഇനി മറ്റൊരു കാര്യം കൂടെ എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആരംഭത്തിലാണ് യോഹന്നാൻ വിവരിക്കുന്നത്. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊരുത്തക്കേട് എന്ന് പലർക്കും തോന്നാം. ഇതിന് പല സമാധാനമാണ് ബൈബിൾ പഠിക്കുന്നവർ നൽകുന്നത്. എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും വിശ്വസനീയമായി തോന്നിയത്, യേശു ദേവാലയം ശുദ്ധീകരിച്ചത് ഒരു സന്ദർഭത്തിൽ മാത്രം ആകണമെന്നില്ല. യേശു ദേവാലയം ശുദ്ധീകരിച്ച സംഭവം ഒരു പ്രാവശ്യം മാത്രം നടന്നതാവണമെന്നില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇത് 2 സന്ദർഭങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് വിവരിക്കുന്നത് ഓശാന തിരുനാളിൻ്റെ അന്ന് വൈകുന്നേരം കർത്താവ് യേശു മിശിഹ ജെറുസലേമിലേക്ക് പോയി ദേവാലയത്തിൽ നിന്ന് ആളുകളെ പുറത്താക്കിയത് വേറൊരു സംഭവവും, യോഹന്നാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മറ്റൊരു സംഭവം. അതായത് ഒരേ സംഭവം 2 തവണ ആവർത്തിക്കുന്ന രീതി ബൈബിളിലുണ്ട്. അത് 2 സംഭവങ്ങളാണ്, 2 പ്രാവശ്യം നടന്നതാണ്. ഉദാഹരണത്തിന് പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് 2 തവണ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ. അത് 2 സന്ദർഭങ്ങളിൽ നടന്നതാണ്, 2 വ്യത്യസ്ത സന്ദർഭങ്ങളാണ് എന്ന് അത് സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപോലെ തോന്നിയാലും ഇത് 2 സംഭവങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും അത് വിശ്വസിക്കാം ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയും മനസ്സിലാക്കാൻ പോകുന്നത്, ഞാൻ ഈ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 36 വരെ നമ്മൾ കാണുന്ന സംഭവങ്ങൾ കൂടി ഒന്ന് വിവരിച്ചിട്ട് നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാം. 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 36 വരെ വിവരിക്കുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഒരു ഡ്രമാറ്റിക് പ്രോഫറ്റിക് ആക്ഷൻ ഓഫ് ക്ലെൻസിങ് ദ ടെമ്പിൾ. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന നാടകീയമായ പ്രവാചക തുല്യമായ ഒരു പ്രവൃത്തി, ഒരു പ്രവാചക പ്രവൃത്തി. എ പ്രോഫറ്റിക് ആക്ഷൻ ഓഫ് ക്ലെൻസിങ് ദ ടെമ്പിൾ, ദറ്റ് ഈസ് വെരി ഡ്രമാറ്റിക്. അതാണ് ആദ്യത്തേത്, അതാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. 2-ാമത്തേത്, നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു പരിസയ പ്രമാണി, ഒരു പണ്ഡിതൻ യേശുവുമായി നടത്തുന്ന സംസാരമാണ് ഈ ഭാഗത്തിൻ്റെ 2:13 മുതൽ 3:36 വരെയുള്ള ഭാഗത്തിൻ്റെ 2-ാമത്തെ ഒരു എപ്പിസോഡ്. 3-ാമത്തേത്, ഈ എഴുത്തുകാരൻ യോഹന്നാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറച്ച് പ്രബോധനങ്ങളും പരാമർശങ്ങളുമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന 3-ാം ഭാഗം. 4-ാമത്തേത്, അവസാനമായി സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് നടത്തുന്ന കുറച്ച് പരാമർശങ്ങളാണ് ഇതിൻ്റെ ഈ 3-ാം അധ്യായം 36 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്ന 4-ാമത്തെ ഒരു പ്രധാന സന്ദർഭം. 5-ാമത്തേത്, എഴുത്തുകാരനായ യോഹന്നാൻ വീണ്ടും നടത്തുന്ന കുറച്ച് റിഫ്ലക്ഷൻസ്, കുറച്ച് ചിന്തകൾ, കുറേ പ്രബോധനങ്ങൾ, പരാമർശങ്ങൾ. ഇതാണ് 5-ാമത്തെ ഭാഗം. ഇതാണ് ഈ 3:36 വരെയുള്ള ഭാഗം. അപ്പോൾ അതൊരു ഒറ്റ എപ്പിസോഡായിട്ടാണ് നമ്മൾ ഒറ്റ സംഭവമായിട്ടും അല്ലെങ്കിൽ ഒരാശയമായിട്ടുമാണ് നമ്മളതിനെ കാണാനായിട്ട് പോകുന്നത്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഇവിടെ ഈ പെസഹ തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോവുകയാണ്. പെസഹ തിരുനാളിന് അതൊരു ഇൻ്റർനാഷണൽ പിൽഗ്രിമേജിൻ്റെ സമയമാണ്. അതായത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള യഹൂദന്മാർ ജെറുസലേമിൽ എത്തണമെന്ന് മോശയുടെ നിയമം അനുശാസിച്ചിരുന്ന 3 തിരുനാളുകളായിരുന്നു. 1 പെസഹ, 2 കൂടാര തിരുനാൾ, 3 പെന്തിക്കോസ്തി പെരുന്നാൾ. ഈ 3 തിരുനാളിന് ഒരു യഹൂദ പുരുഷൻ, 12 വയസ്സ് കഴിഞ്ഞ ഒരു യഹൂദ പുരുഷൻ നിർബന്ധമായും ജെറുസലേമിൽ എത്തി ദൈവത്തെ ആരാധിക്കണമെന്ന്
യഹൂദന്മാരുടെ നിയമം, മോശ നൽകപ്പെട്ട നിയമം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ യേശു ജെറുസലേമിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ യേശു മാത്രമല്ല, ലക്ഷക്കണക്കിന് യഹൂദന്മാർ നഗരഹൃദയങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും തമ്പടിക്കുന്ന, താവളമടിച്ച് കൂടാരമടിച്ച് താമസിക്കുന്ന പോപ്പുലേറ്റഡായ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ പെസഹ തിരുനാൾ. അപ്പോൾ ഇവിടെ ഈ ദേവാലയത്തിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. ദേവാലയം എന്ന് പറയുമ്പോൾ ഞാൻ കുറേ കൂടി അതിനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ മൂന്ന് ഘട്ടങ്ങൾ ജെറുസലേം ദേവാലയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലുണ്ട്. ജെറുസലേം ദേവാലയം എന്ന് ചിന്തിക്കുമ്പോൾ അതിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതിനെ നമുക്ക് സോളമൻസ് ടെമ്പിൾ എന്ന് വിളിക്കാം. സോളമൻ പണിത ആദ്യത്തെ ദേവാലയം. ഒന്നാമത്തെ ഒരു ദേവാലയത്തിൻ്റെ, ജെറുസലേം ദേവാലയത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ ഭാഗമാണ് സോളമൻ്റെ ദേവാലയം, അല്ലെങ്കിൽ സോളമൻ പണിത ദേവാലയം. ഇത് BC 586 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ വന്ന് ജെറുസലേം അഗ്നിക്കിരയാക്കുകയും ദേവാലയം കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്ത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഒരു ചാരക്കൂമ്പാരമായി ഒരു കത്തി നശിച്ച നഷ്ടാവശിഷ്ടങ്ങളുടെ ഒരു കൂടാരവും കുടീരവുമായി ദേവാലയം മാറ്റപ്പെട്ട ആ സംഭവങ്ങൾക്ക് ശേഷം പ്രവാസത്തിൽ നിന്ന് എസ്രാ, നെഹമ്യാ, സെറുബ്ബാബേൽ, യഹോശാഫാത്ത് തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ, പ്രവാചകന്മാരെ ഹഗ്ഗായി, സഖറിയ തുടങ്ങിയവരുടെ പ്രചോദനത്തിൽ മടങ്ങിയെത്തിയ ജനം രണ്ടാമത് പണിത ദേവാലയത്തെ മനസ്സിലാക്കാൻ വേണ്ടി സെറുബ്ബാബേൽ പണിത ദേവാലയം എന്ന് നമുക്ക് പറയാം. ആദ്യത്തേത് സോളമൻ പണിത ദേവാലയം, രണ്ടാമത്തേത് സെറുബ്ബാബേൽ പണിത, അതാണ് സെക്കൻഡ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇനി ആ സെറുബ്ബാബേൽ പണിത ദേവാലയത്തിന് പോരായ്മകളുണ്ടായിരുന്നു. അതിന് പൂർവ്വകാല ദേവാലയത്തിൻ്റെ മഹത്വം കണ്ടിരുന്നവർ രണ്ടാമത്തെ ദേവാലയം കണ്ട് പൊട്ടിക്കരഞ്ഞു എന്ന സൂചന പഴയ നിയമഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ദേവാലയത്തെ പിന്നീട് ഹെറോദ് രാജാവ് BC 19 19-ാം ആണ്ടിൽ ഹെറോദ് രാജാവ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈ ദേവാലയം പുതുക്കിപ്പണിയാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പുതുക്കിപ്പണിയാനായിട്ട് ആരംഭിച്ച് BC 19 ആരംഭിച്ച് അത് അവസാനിക്കുന്നത് ഏതാണ്ട് AD 64 BC 19 ആരംഭിച്ച് ഏതാണ്ട് AD 64 ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ അവസാനിക്കുന്നത്. അതായത് ആ റിനോവേഷൻ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എത്ര വർഷം എടുത്ത പുനരുദ്ധാരണമാണ് ഹെറോദ് നടത്തിയത്. അതാണ് അപ്പസ്തോലന്മാർ ഈ ദേവാലയത്തിൻ്റെ പരിസരത്തൂടെ കടന്നു പോകുന്ന സമയത്ത് കർത്താവേ എത്ര മനോഹരമായിരിക്കുന്നു, ഇതിൻ്റെ തൂണുകളും സ്തംഭങ്ങളും എന്നൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെടുന്ന ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് ഹെറോദേസ് ദേവാലയം യേശുവിൻ്റെ പരസ്യജീവിത കാലത്തും ഹെറോദേസ് ഈ ദേവാലയം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അത്രയും വർഷം BC 19 മുതൽ AD 64 വരെ, അതായത് ഈ എംപറർ ടൈറ്റസ്, റോമൻ ചക്രവർത്തിയായിരുന്ന ടൈറ്റസ് AD 70 ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് 6 കൊല്ലം മുമ്പ് വരെ ഇതിൻ്റെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു പ്രവേശിക്കുന്നത് ഈ ഹെറോദ് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദേവാലയത്തിലേക്കാണ്. അപ്പോൾ ആ ദേവാലയത്തിൽ ദൈവവചനത്തിനും ദൈവകൽപ്പനകൾക്കും വിരുദ്ധമായി പല കാര്യങ്ങളും നടന്നിരുന്നു. ഈ ദേവാലയ ചരിത്രത്തിൻ്റെ ഈ 3-ാം ഘട്ടത്തിൽ ഹെറോദ് പുതുക്കി പണിഞ്ഞ ഈ ദേവാലയത്തിൽ നമ്മൾ കണ്ടിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഈ ദേവാലയത്തിന് പല കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതായത് അതിവിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, പിന്നീട് അതിന് വെളിയിൽ പ്രാകാരമുണ്ട്, അതിന് അപ്പുറത്ത് പുരോഹിതന്മാർ നിൽക്കുന്ന സ്ഥലമുണ്ട്, യഹൂദ പുരുഷന്മാർ വന്ന് ആരാധിക്കുന്ന സ്ഥലമുണ്ട്, സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ഇതിങ്ങനെ പല കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ദേവാലയത്തിൻ്റെ ഒരു ചിത്രം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജെറുസലേം ടെമ്പിളിൻ്റെ, ഹെറോദ് പണിതുകൊണ്ടിരുന്ന ആ ടെമ്പിളിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഗ്രാഫ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പള്ളി കാണുന്ന ഒരു വിധത്തിലായിരുന്നില്ല. അതിൻ്റെ ഏതാണ്ട് ഒരു 36 ഏക്കറിൽ പരന്നു കിടന്ന വലിയൊരു ദേവാലയം. അപ്പോൾ ആ ദേവാലയത്തിന് വിവിധങ്ങളായ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്, വിവിധങ്ങളായ ഈ ഏരിയകളുണ്ട്. ഓരോ മേഖല, ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം, പുരുഷന്മാർ, സ്ത്രീകൾ, ലേവ്യർ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം, പുരോഹിതന്മാർ നിൽക്കുന്ന സ്ഥലം. ഇങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ജെൻറ്റൈൽസ് കോർട്ട്, വിജാതീയരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള പാപികളും ദൈവത്തെ അറിയാത്തവരും
യഹൂദരല്ലാത്തവരും സത്യദൈവത്തെ മനസ്സിലാക്കാത്തവരൊക്കെ ആളുകൾ ഈ ജെറുസലേമിലേക്ക് എത്തുമ്പോൾ അവർ വന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി, അവർക്ക് വേണ്ടി ദൈവം പറഞ്ഞ് ക്രമീകരിച്ചിരുന്ന ഒരുക്കപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ ജെൻറ്റൈൽസ് കോർട്ട്. ഇവിടെ ഈ വിജാതീയർ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കച്ചവടമെല്ലാം നടന്നിരുന്നത്. ഇനി അടുത്ത ചോദ്യം, എന്തിനായിരുന്നു ഈ കച്ചവടം? കച്ചവടം എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ഈ ദേവാലയത്തിലേക്ക് വരുന്ന ഒരാൾ ഭണ്ഡാരത്തിൽ നിറച്ചിടുമ്പോൾ അയാൾ ലോകത്തെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഭൂവിഭാഗങ്ങളിൽ നിന്നാണ് അയാൾ ഈ ജെറുസലേമിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ജെറുസലേമിലേക്ക് എത്തുമ്പോൾ വിജാതീയർ ഉപയോഗിക്കുന്ന നാണയം ദേവാലയ ഭണ്ഡാരത്തിലിട്ടാൽ അത് അശുദ്ധമാണ് എന്ന് വിധി എഴുതിയ പരിസയ പ്രമാണിമാരും നിയമജ്ഞന്മാരും സദൂക്കായരുമൊക്കെ എന്ത് ചെയ്തു? ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. നിങ്ങൾ കൊണ്ടുവരുന്ന റോമൻ നാണയം ദേവാലയത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മണി എക്സ്ചേഞ്ചുകാർ, നാണയ കൈമാറ്റക്കാർ ദേവാലയത്തിലിടാൻ പറ്റുന്ന നാണയമാക്കി കൺവേർട്ട് ചെയ്ത് തരും. തത്തുല്യമായ തുക എടുത്തുകൊണ്ടല്ല. ഇപ്പോൾ ഒരു ഡോളറിന് 80 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ 60 രൂപയാണ്, 70 രൂപയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു ഡോളർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 70 രൂപ തരുന്നു, അല്ലെങ്കിൽ 70 രൂപ കൊടുക്കുമ്പോൾ ഒരു ഡോളർ തരുന്നു. അങ്ങനെയല്ല. ഡോളറിന് 70 രൂപയാണെങ്കിൽ ഇവിടെ ദേവാലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കുന്നത് 100 രൂപയോ 150 രൂപയോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ നാണയ കൈമാറ്റത്തിന് കൊള്ളപ്പലിശ, ഒരുപാട് പണം അതിക്രമമായി, അക്രമത്തിലൂടെ ഇത് വാങ്ങിയെടുക്കുന്ന ഒരു പതിവായിരുന്നു ഈ ദേവാലയത്തിലെ വിജാതീയർ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്നത്. മറ്റൊന്ന്, അതാണ് നാണയമാറ്റം. മറ്റൊന്ന്, ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗലീലയിൽ നിന്ന് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യേശുവിനോ പരിശുദ്ധ മാതാവിനോ യേശുവിൻ്റെ കസിൻസിനോ ദേവാലയത്തിൽ ബലിയർപ്പിക്കണമെങ്കിൽ ഇവിടെ നിന്നൊരാടിനെ ക്ലേശകരമായൊരു യാത്ര ചെയ്ത് ഒരാടിനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ ആ ആട് രോഗം ബാധിക്കാനിടയുണ്ട്, ക്ഷീണിക്കാനിടയുണ്ട്, ചിലപ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ദേവാലയത്തിൽ പൂർണ്ണതയില്ലാത്തൊരു മൃഗത്തെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ വിദൂരത്തിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് മടുത്തു വരുന്ന പിൽഗ്രിംസ്, തീർത്ഥാടകർ ബലിയർപ്പിക്കാൻ വേണ്ടി മൃഗത്തെ കൊണ്ടുവരിക അസാധ്യമായിരുന്നത് കൊണ്ട് ഒലിവുമലയുടെ കൂടാരങ്ങളിലൊക്കെ ഇതുപോലെ മൃഗങ്ങളെ വിറ്റുകൊണ്ടിരുന്ന കാള, ആട്, പ്രാവ് ഒക്കെ ബലിമൃഗങ്ങളെ വിറ്റുകൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത് കൂടാതെ തന്നെ ഈ ടെമ്പിൾ പ്രമിസസിനകത്ത്, ഈ ദേവാലയത്തിൻ്റെ ദേവാലയ ചുറ്റുപാടുകൾക്കകത്ത് വിജാതീയരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഇവരെന്ത് ചെയ്തു? കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെയും ആടിനെയും കാളയെയും പ്രാവിനെയും ഒക്കെ വിൽക്കുന്ന കച്ചവട സ്ഥലങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ വലിയ കൊള്ള ലാഭമുണ്ടാക്കി ജനത്തെ വഞ്ചിക്കുകയും ചെയ്ത് ലാഭക്കുതിയന്മാരായ ആളുകൾ പണസമ്പാദനത്തിനുള്ളൊരു മാർഗമായി മാറ്റി. ഇതാണ് യേശു ആ ദേവാലയത്തിൽ കാണുന്നത്. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും അവിടെ അവൻ കണ്ടു, ദേവാലയത്തിൽ അവൻ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇത് കണ്ടു കഴിയുമ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ പ്രതികരണം വളരെ നാടകീയമായിരുന്നു, അത്ഭുതാവഹമായിരുന്നു. ഈശോയുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രാവുകളെ അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. ഈ 4 സുവിശേഷകന്മാർ ഈ ഭാഗം വിവരിക്കുമ്പോൾ യോഹന്നാൻ മാത്രമാണ് ദേവാലയത്തെ പിതാവിൻ്റെ ഭവനം എന്ന് വിളിക്കുന്നത്. പിതാവിൻ്റെ ഭവനം. ഞാൻ സന്ദർഭവശാൽ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ദേവാലയത്തെ യേശു വിളിച്ചത് എൻ്റെ പിതാവിൻ്റെ ആലയം എന്നാണ്. ഞാൻ നിങ്ങളോട് ഇവിടെ അല്പസമയം ശാന്തമായി എന്നോടുകൂടെ കർത്താവിൻ്റെ ഹൃദയത്തെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം. ഒരു പള്ളിയെ യേശു വിളിച്ചത് എൻ്റെ പിതാവിൻ്റെ ഭവനം എന്നാണ്.
എന്ന് വെച്ചാൽ ഒരു ദേവാലയത്തിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയേണ്ടത് ഒരു പിതാവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ മാതൃഗർഭത്തിൻ്റെ സംരക്ഷണം, ആ ഗർഭഗേഹത്തിൻ്റെ പൊതിയൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടത് ഈ പിതാവിൻ്റെ ആലയത്തിലാണ്. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾ പിതാവിൻ്റെ ഹൃദയമുള്ളവരെ കൊണ്ട് നിറയണം. സഭയ്ക്ക് ഒരു പിതൃഹൃദയം രൂപപ്പെടണം. പുരോഹിതർക്ക് ഒരു പിതൃഹൃദയം രൂപപ്പെടണം. നമുക്ക് അപകടകരമായ ഒരു മാസ്കുലിനിറ്റി, അപകടകരമായ ഭയാനകമായ ഒരു 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 മാസ്കുലിനിറ്റി നമ്മുടെ ഇടയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അധീശഭാവം, ഒരു ആധിപത്യ സ്വഭാവം, ഒരു അഗ്രസീവായ നേച്ചർ, ഒരു കാർക്കശ്യമായ മുഖം, മയമില്ലാത്ത നിലപാടുകൾ. എന്നാൽ ഒരു ദൈവഭവനത്തിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അയാൾ അവിടെ അനുഭവിക്കേണ്ടത്, അയാൾ അവിടെ കാണേണ്ടത്, കണ്ടുമുട്ടേണ്ടത് ഒരു പിതാവിനെയാണ്. ഈ പിതാവിൻ്റെ അഭാവം നമ്മുടെ ദേവാലയങ്ങളിൽ കാര്യമായിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു ആത്മവിമർശനമായി നിങ്ങൾ കരുതിയാൽ മതി. ചുറ്റുപാടുകളിൽ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ സ്വയം എന്നോട് പറയുകയാണ്. അതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായി നിർമ്മിച്ച് രൂപപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നമ്മളറിയാതെ ഒരു പിതൃഹൃദയം ചോർന്നു പോയിട്ടുണ്ട്. വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ നമ്മുടെ കൈവിരൽത്തുമ്പിൽ നിന്നത് ഊർന്നു പോയിട്ടുണ്ട്. ഒരപ്പൻ്റെ ഹൃദയം, ഒരു സുരക്ഷിതത്വം നൽകപ്പെടുന്ന സ്ഥലം. അപ്പം അത് യേശുവിൻ്റെ ഹൃദയമാണത്. യേശു ദേവാലയങ്ങളെ കണ്ട വിധമാണത്. ദേവാലയങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്വപ്നമാണത്. ഞാൻ ദേവാലയം എന്ന് പറയുമ്പോൾ ഒരു ഇടവപ്പള്ളി മാത്രമല്ല, നമ്മുടെ വൈദിക മന്ദിരങ്ങൾ, സന്യാസ ഭവനങ്ങൾ, സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കാർക്കശ്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും അഗ്രസീവായ നേച്ചറിൻ്റെയും മയമില്ലാത്ത നിലപാടുകളുടെയും സ്ഥലമായിട്ട് മാറുന്നതിന് പകരം പിതാവിൻ്റെ ആലയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യന് ഓടി വരാൻ തോന്നുമോ നമ്മൾ വസിക്കുന്ന ഇടങ്ങൾ? നിരാലംബരായ മനുഷ്യർക്ക് നമ്മൾ വസിക്കുന്ന ഇടങ്ങളിലേക്ക് ഓടി വരാൻ തോന്നുമോ? ഒരു സ്വാഭാവികമായ ഒരു പ്രചോദനം ഉണ്ടാകുമോ? അതോ നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ ജനം ഭയപ്പെടുമോ? കൂറ്റൻ മതിൽക്കെട്ടുകൾ കെട്ടിയുണ്ടാക്കി നമ്മൾ അതിനകത്ത് ഇങ്ങനെ വസിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ്, ആരെ പ്രതീക്ഷിച്ചാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്? ഒരിക്കലും തുറക്കപ്പെടാത്ത ഗേറ്റുകൾ നമ്മൾ വസിക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം രൂപപ്പെടുത്തിയത്? പിതാവിൻ്റെ ഹൃദയം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ സ്നേഹമുള്ള ഒരു സഹോദരൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകളാണിത്. നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഇടവകൾ, പിതാവിൻ്റെ ഹൃദയം ലോകത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുന്ന സ്ഥലങ്ങളാവണമെന്ന് യേശു ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, ഇവിടെ ഈ യഹൂദന്മാരുടെ സാക്രിഫീഷ്യൽ സിസ്റ്റത്തെയാണ് യേശു ഇവിടെ അട്ടിമറിക്കുന്നത്. അതായത് കാളയെ വിൽക്കുന്നവരെ, ആടിനെ വിൽക്കുന്നവരെ പുറത്താക്കുകയും നാണയമാറ്റക്കാരുടെ മേശകൾ മറിച്ചിടുകയും അതുപോലെ തന്നെ പ്രാവുകളോടുകൂടി അത് വിൽക്കുന്നവരെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ യേശു ഇവിടെ ചെയ്യുന്നത് ഒരു യഹൂദരുടെ ആ ബലിയർപ്പണ വ്യവസ്ഥയെ അട്ടിമറിക്കുകയാണ്. See, by disrupting their sacrificial system, Jesus symbolically announces a change which is going to come about in worship. അതായത് യഹൂദൻ്റെ
ബലിയർപ്പണത്തെ അട്ടിമറിക്കുക വഴി യേശു ചെയ്യുന്നത് ആ പഴയ നിയമ ആരാധനാ വ്യവസ്ഥ ഇല്ലാതാവുകയും ഇതാ ഒരു പുതിയ ആരാധനാ രീതി ഞാൻ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നതിൻ്റെ കാഹളധ്വനിയായിരുന്നു യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം. ഞാനിത് കുറേ കൂടി സമയമെടുത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡ് ശ്രദ്ധിക്കുക. അത് കൂടുതൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സഹായിക്കും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ എവിടെയായിരുന്നാലും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയം കൊണ്ട് ഈ മൗണ്ട് കാർമലിൽ നിന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീര്, ദുഃഖം, രോഗം, പ്രയാസം എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ. ഈ വചന പഠനം വഴി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.